പ്രേംലാൽ, ഈ ഇപ്പോൾ ജനസംഖ്യ സംബന്ധിച്ച് വരികയാണെങ്കിൽ ദമ്പതികൾക്ക് ആഗ്രഹിക്കുന്ന കുട്ടികളെ ഉണ്ടാക്കാൻ കഴിയില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ UN ഒരു കണക്കനുസരിച്ച് പല വിഷയങ്ങളുണ്ട്. ജനസംഖ്യാ നിയന്ത്രണമുണ്ട്, അതോടൊപ്പം തന്നെ സാമ്പത്തിക അനിശ്ചിതത്വം, ഇതൊക്കെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എന്താണ് ഏറ്റവും പുതിയൊരു വിവരങ്ങൾ? അതായത് നമ്മുടെ ഐക്യരാഷ്ട്രസഭ അതിന് പല ഏജൻസികളുണ്ട്. അപ്പോൾ അതിലൊരു ഏജൻസിയാണ് UNFPA, യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻസ് ഫണ്ട്. അപ്പോൾ അവർ ഈ ജനസംഖ്യ നിയന്ത്രണം അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ ജനനം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് അവർ പഠിക്കുന്നത്. ഇവരേതാണ്ട് 14 രാജ്യങ്ങളിൽ ഒരു സാമ്പിൾ സർവേ നടത്തി. 14,000-ഓളം പേർ, അതായത് ഒരു രാജ്യത്ത് നിന്ന് 1,000 പേർ വീതം ഉള്ള സാമ്പിൾ സർവേയാണ് നടത്തിയത്. ഈ 14 രാജ്യങ്ങളും പല പശ്ചാത്തലമുള്ളവരാണ്. സാമ്പത്തികമായി നല്ല അഭിവൃദ്ധിയുള്ള രാജ്യങ്ങളുമുണ്ട്, താരതമ്യേന അപരിഷ്കൃതമായിട്ടുള്ള സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന രാജ്യങ്ങളുമുണ്ട്. അത് പറയുകയാണെങ്കിൽ സൗത്ത് കൊറിയ, തായ്ലാൻഡ്, ഇറ്റലി, ഹംഗറി, ജർമ്മനി, സ്വീഡൻ, ബ്രസീൽ, മെക്സിക്കോ, US, ഇന്ത്യ, ഇന്തോനേഷ്യ, മൊറോക്കോ, സൗത്ത് ആഫ്രിക്ക, നൈജീരിയ. അപ്പോൾ നൈജീരിയ എന്നൊക്കെ പറയുന്നത് താരതമ്യേന അത്ര നല്ലൊരു ജീവിത നിലവാരമുള്ള ഒരു രാജ്യമല്ല. എന്നാൽ അമേരിക്ക താരതമ്യേന എല്ലാ തരത്തിലുള്ള സുഖസൗകര്യങ്ങളും ഉള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഇത്തരം പശ്ചാത്തലങ്ങളുള്ള 14 രാജ്യങ്ങളിൽ നിന്നാണ് സാമ്പിൾ സർവേ നടത്തിയത്. 14,000-ഓളം പേരെ നടത്തിയ സർവേയിൽ ഒരു 5-1 പേരും പറയുന്നത് ഞങ്ങൾ ആഗ്രഹിച്ചത്ര കുട്ടികൾ ഞങ്ങൾക്കില്ല എന്നുള്ളതാണ്. ഇപ്പോൾ 2 കുട്ടികൾ ആഗ്രഹിച്ചിട്ട് 1-ൽ ഒതുക്കിയവരുണ്ടാവാം, അല്ലെങ്കിൽ 3 കുട്ടികൾ ആഗ്രഹിച്ചിട്ട് 2-ലോ 1-ലോ നിൽക്കുന്നവരുണ്ടാകാം. ചിലപ്പോൾ ആദ്യത്തെ ജനിച്ച 2 ആൺകുട്ടികളായിട്ടൊരു പെൺകുട്ടിയെ വേണമെന്ന് വിചാരിച്ചിട്ടും പിന്നെ വേണ്ടാന്ന് വെച്ചവരുണ്ടാകാം. പല കാരണങ്ങളാണ് ഇതിന് ഇതായിട്ട് ഏറ്റവും പ്രധാന കാരണം ഈ കൂടുതൽ കുട്ടികൾ വേണ്ട എന്ന ദമ്പതികൾ തീരുമാനിക്കാനുള്ള പ്രധാന കാരണം സാമ്പത്തികം തന്നെയാണ്. കാരണം പണ്ട് കാലത്ത് ഒരു കുട്ടി ജനിക്കുക, അതിനെ അത്യാവശ്യം ഭക്ഷണമൊക്കെ കൊടുത്ത് വളർത്തിയെടുക്കുക, സ്കൂളിൽ വിടുക, പിന്നെ ഏതെങ്കിലും തൊഴിലിന് അതുമായി ബന്ധപ്പെട്ടുള്ള പരിശീലനം കൊടുക്കുക എന്നുള്ളതായിരുന്നു പഴയ ഒരു ജീവിത രീതി. എന്നാൽ ഇപ്പോൾ അത് മാറി. കുഞ്ഞുങ്ങളെ പ്രീ പ്രൈമറി തലം മുതൽ നമ്മൾ ഓരോ കഴിവുകൾ അഭ്യസിപ്പിക്കേണ്ടി വരും, അവരുടെ കരിയർ ഗൈഡൻസ് കൊടുക്കേണ്ടി വരും, പിന്നെ ആരോഗ്യ കാര്യങ്ങളിൽ ഏറ്റവും കിട്ടാവുന്നതിൽ മികച്ച ചികിത്സ അവർക്ക് ഉറപ്പുവരുത്തേണ്ടി വരും. അപ്പോൾ ഒരു കുഞ്ഞിനെ വളർത്തിയെടുക്കുക എന്ന് പറയുന്നത് ഭാരിച്ച സാമ്പത്തിക ചെലവുണ്ട്. ഇത് ഒട്ടുമിക്ക ദമ്പതികൾക്കും ഇത് താങ്ങാനാവുന്നതിനും അപ്പുറമാണ്. അതുകൊണ്ട് ഇത് ഒരു കുട്ടികൾ ഒതുക്കുന്നവരുണ്ട്, ചിലപ്പോൾ 2 കുട്ടി, അതോടുകൂടി പ്രസവം ഇനി വേണ്ട, ഇനി ഒരു കുട്ടി വേണ്ട എന്ന് ചിന്തിക്കുന്നവരാണ് ഏറിയ പങ്കും. ഇനി ഒരു വിഭാഗമുള്ളത് ഈ പാരൻറ്റിങ്ങിൻ്റെ, ഈ രക്ഷാകർതൃത്വത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ അത് സഫർ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് കുട്ടികൾ വേണ്ടാന്ന് ചിന്തിക്കുന്നവരാണ്. അത് ചിലപ്പോൾ ഒരു പക്ഷേ ഭാര്യയും ഭർത്താവും ഏതെങ്കിലും തൊഴിലുള്ളവരായിരിക്കാം. അപ്പോൾ കുഞ്ഞിനെ നോക്കാനായിട്ട് ഉള്ള അസൗകര്യങ്ങൾ മൂലം ചിലപ്പോൾ 2 പേരും 2 സ്ഥലത്തായിരിക്കാം. അപ്പോൾ ഒരു കുഞ്ഞിനെക്കുറിച്ച് ചിന്തിക്കാനോ അതിനെ കൃത്യമായി വളർത്താനോ സാധിക്കില്ല, അതുകൊണ്ട് കുഞ്ഞിനെ വേണ്ട എന്ന് ചിന്തിക്കുന്നവരായിരിക്കാം. ഇനിയുള്ളൊരു വിഭാഗമുള്ളത് ഏതെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരാണ്. ഇപ്പോൾ പ്രസവ സംബന്ധമായി ഉള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ടല്ലോ, ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉള്ളൊരു സാധനമാണ് ഈ ഗർഭകാലം എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ സ്ത്രീകളുടെ മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ളതാണ് ഗർഭകാലം. അപ്പോൾ അത്തരം ഭയം ഉള്ളതുകൊണ്ട് ഇനി ഒരു കുട്ടിയെ വേണ്ടെന്ന് ചിന്തിക്കുന്നവരുണ്ടാകും. പിന്നെ വന്ധ്യത ഒരു ഘടകമാണ്, അതായത് കുട്ടികൾ ജനിക്കാൻ സാധ്യത തീരെ ഇല്ലാത്തവർ. പിന്നെ ഉള്ളത് നമ്മുടെ സാമൂഹ്യ അന്തരീക്ഷമാണ് അതിൽ പ്രധാന നിർണായക ഘടകമാണ്. ചില സ്ഥലങ്ങളിൽ കലാപങ്ങളുണ്ടാകാം, സംഘർഷങ്ങളുണ്ടാകാം, പലായനങ്ങളുണ്ടാകും. ഇപ്പോൾ ഗസ പോലെയുള്ളൊരു സ്ഥലത്തൊക്കെ അത്തരം ഒരു മാനസികാവസ്ഥയുള്ളവർക്ക് ഇനിയൊരു കുഞ്ഞിനെ ഈ ഒരു അവസ്ഥയിലേക്ക് വേണോ എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം ഉണ്ടാകും. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളാണ് ഈ ഏറിയ പങ്കും ദമ്പതികളെ ഇനി ഒരു കുഞ്ഞ് വേണ്ട എന്ന് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നതായിട്ട് പറയുന്നു. ഇനി ഇതിൽ മറ്റൊരു വസ്തുതയും കൂടിയുണ്ട്. ഈ സർവേ ഫലത്തിൽ 50 വയസ്സിന് മുകളിലുള്ളവരും പങ്കെടുത്തിട്ടുണ്ട്. അതായത് ഏജ് ഓവറായിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോൾ വാർദ്ധക്യ ദശയിലോട്ട് എത്തിയിട്ടുള്ളവർ, അവരുടെ ഒരു അനുഭവത്തിൽ പറയുന്നത് അതിൽ 31% പേരും പറയുന്നത് ഞങ്ങൾ ആഗ്രഹിച്ചതിനേക്കാൾ കൂടുതൽ കുട്ടികളെ ഞങ്ങൾക്ക് കിട്ടി. ഇപ്പോൾ പഴയ കാലത്ത് ഈ കുടുംബാസൂത്രണമോ അല്ലെങ്കിൽ ഈ ഗർഭനിരോധന സംവിധാനങ്ങളോ ഒന്നും കാര്യക്ഷമമായിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ അത്ര കാലത്ത് അവരാഗ്രഹിച്ചതിനേക്കാൾ കുട്ടികൾ അവർക്ക് കിട്ടി. ചിലപ്പോൾ അവരെയൊക്കെ നന്നായിട്ട് തന്നെ അവർക്ക് വളർത്താനും പറ്റിയിട്ടുണ്ടാകും. ചിലപ്പോൾ കുടുംബത്തിൻ്റെ പരിമിതികളിൽപ്പെട്ട ആ കുട്ടികളുടെ ഭാവി മോശമായിട്ടുണ്ടാവാം. ഏതായാലും 50 വയസ്സിന് മുകളിലുള്ളവരിൽ 31% പേരും ഇങ്ങനെയാണ് പറയുന്നത്, ഞങ്ങൾ ആഗ്രഹിച്ചതിനേക്കാൾ കൂടുതൽ കുട്ടികൾ കിട്ടിയെന്ന് പറയുന്നു. ഇനി സാധാരണ ദമ്പതികളിൽ ഒരു 39% പേരും പറയുന്നത് ഈ സാമ്പത്തിക പ്രതിസന്ധികൾ, അതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളുടെ മൂലമാണ് ഇനി കൂടുതൽ കുട്ടികൾ വേണ്ട എന്നവർ ചിന്തിക്കാൻ കാരണമായിട്ട് പറയുന്നത്. ഒരു 12% പേരാണ് ഈ വന്ധ്യതയും അതുമായി ബന്ധപ്പെട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളും മൂലം ഇനി കുട്ടികൾ വേണ്ട
2 1 കുട്ടികൾ മതി, ഇനി കൂടുതൽ അതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാനുള്ള കാരണം ഇതാണെന്ന് പറയും. പിന്നെ ചില രാഷ്ട്രീയ കാരണങ്ങൾ കൂടിയുണ്ട്. ഇപ്പോൾ ചൈന പോലെ ഉള്ള രാജ്യത്ത് ഒറ്റക്കുട്ടി സമ്പ്രദായം നടപ്പിലാക്കിയിരുന്നു. അത് അടിച്ചേൽപ്പിക്കുന്ന ഒരു നിയമമാണ്. ഇപ്പോൾ ദമ്പതികളായിട്ട് തീരുമാനിക്കുന്നതിനുപരിയായി ഒരു രാജ്യത്തെ പൊതു സംവിധാനത്തിൻ്റെ ഭാഗമായി നിൽക്കുമ്പോൾ കുട്ടികൾ വേണ്ട എന്ന് ചിന്തിക്കേണ്ട ഒരവസ്ഥ. അതേപോലെ ഇന്ത്യ പോലുള്ളൊരു രാജ്യത്ത് ജനസംഖ്യ പെരുപ്പം ഏറിയ സമയത്ത് നമ്മൾ കുടുംബാസൂത്രണത്തെക്കുറിച്ച് വലിയ ക്യാമ്പയിൻ നടത്തുകയും അതിനെ പ്രേരിപ്പിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ നിർബന്ധിതമാകുന്നൊരവസ്ഥയിലേക്കും ഈ കുട്ടികൾ വേണ്ട എന്ന തരത്തിൽ ചിന്തിക്കുന്ന രീതിയിൽ പോയിട്ടുണ്ട്. പിന്നെ ചില പ്രത്യേക മതവിഭാഗങ്ങൾ അവർ ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ കേരളത്തിൽ പറയുകയാണെങ്കിൽ മുസ്ലിം വിഭാഗത്തിലും ചില ക്രൈസ്തവ വിഭാഗത്തിലും കൂടുതൽ കുട്ടികൾ വേണമെന്ന് ചിന്തിക്കുന്നവരുണ്ട്. 2 3 അതിൽ കൂടുതലോ കുട്ടികൾ വേണം. ഇത് ആ വിഭാഗത്തെ ഒഴിച്ചു നിർത്തുക, അതായത് സാമ്പത്തിക പ്രതിസന്ധികൾ മറ്റു കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തിയിട്ടും കുട്ടികൾ വേണം എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം നമ്മുടെ ഇടയിലുണ്ട്. അതൊന്നും ചിന്തിക്കണം. പക്ഷേ ഇത് അങ്ങനെയല്ല, അതിൽ നിന്ന് മാറ്റി നിർത്തി സാഹചര്യങ്ങൾ അനുകൂലമാകാത്തത് കൊണ്ട് കുട്ടികൾ വേണ്ട എന്ന് ചിന്തിക്കുന്നവരെ കുറിച്ചാണ് ഈ പറയുന്നത്. ഏതായാലും UN-ന്റെ ഈ ഒരു കണക്ക് പ്രകാരം ബഹുഭൂരിപക്ഷം ആൾക്കാരും, അതായത് ഏറ്റവും അനുയോജ്യമായ സാഹചര്യത്തിൽ മാത്രം കുഞ്ഞുങ്ങൾ ജനിച്ചാൽ മതി, അല്ലാതെ ഇത് ഒരു പണ്ടത്തെ കാലത്തെ പോലെ ഇത് ജീവിതത്തിൻ്റെ ഭാഗമായി കുഞ്ഞുങ്ങൾ ഇങ്ങനെ ഉണ്ടാകുക എന്നുള്ള രീതിയിലൊക്കെ മാറി ഈ ഒരു രീതിയിലേക്ക് എത്തിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ UN-ന്റെ കണക്കുകൾ പറയുന്നത്. അതിപ്പം നമുക്കറിയാം, ചൈനയിൽ ഒരു സമയത്ത് ജനസംഖ്യ ഭയങ്കരമായിട്ട് ക്രമാതീതമായി ഉയർന്നപ്പോൾ ഈ കുട്ടികളുടെ ജനസംഖ്യ നിയന്ത്രണം വന്ന ഒരു സംഭവമുണ്ട്. ഒരു കുട്ടി മതി, നാം 2 നമുക്ക് 2 എന്ന് ആദ്യം പറഞ്ഞു, പിന്നെ നാം 1 നമുക്കൊന്ന് എന്ന രീതിയിലൊക്കെ അന്ന് ഇത് വന്നിരുന്നു. അപ്പോൾ അത്തരത്തിൽ പറയുമ്പോൾ സ്വാഭാവികമായി ഇത്തരത്തിൽ കുഞ്ഞുങ്ങളെ കൂടുതൽ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അത് ചെയ്യാൻ കഴിയില്ല. കാരണം നിയമം അങ്ങനെ അനുശാസിക്കുന്നു. അതുമാത്രമല്ല പിന്നീട് പിഴ കൊടുക്കേണ്ട സാഹചര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഒരു വശത്തുണ്ട്. അതോടൊപ്പം തന്നെ ഈ സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം 2 കുട്ടികളെ വളർത്തിയെടുക്കാൻ അവരുടെ സ്കൂൾ വിദ്യാഭ്യാസം, അവരുടെ വിവാഹം എന്നടക്കമുള്ള കാര്യങ്ങളിലും നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പറഞ്ഞതുപോലെ പലർക്കും ആഗ്രഹമുണ്ടെങ്കിലും കൂടുതൽ കുട്ടികൾ അവർക്ക് ആഗ്രഹിക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ. അതായത് ഈ ചൈനയിലെ ഒറ്റക്കുട്ടി സമ്പ്രദായത്തെക്കുറിച്ച് പറഞ്ഞല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു ഗുരുതരമായ ഒരു പ്രത്യാഘാതവും കൂടി ഉണ്ടായി. കാര്യം ഈ ഒറ്റക്കുട്ടി എന്നപ്പോൾ അവിടെ പലരും ലിംഗനിർണ്ണയം നടത്തി ഗർഭാവസ്ഥയിൽ തന്നെ. അപ്പോൾ ഈ ഒരു കുഞ്ഞുള്ളത് പെൺകുട്ടികളാണെങ്കിൽ അത് ഗർഭം അലസിപ്പിച്ചിട്ട് ആൺകുട്ടികൾ മാത്രം ജനിച്ച ഒരു സംഗതി വന്നു. അപ്പോൾ ഈ ആൺകുട്ടികളായി ജനിച്ചവരിൽ പലർക്കും ഭാര്യമാരെ കിട്ടാത്ത അവസ്ഥയുണ്ടായി. അതായത് പെൺകുട്ടികളുടെ എണ്ണം കുറവ്, ആൺകുട്ടികളുടെ എണ്ണം കൂടുതലുമായി. അപ്പോൾ അവരിൽ ഏറിയ പങ്കും ഇപ്പോൾ 10 40 50 വയസ്സായിട്ടും കല്യാണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലുള്ളവരുണ്ട്, അതായത് ചൈനയിൽ. അപ്പോൾ അവർ മറ്റ് സ്ഥലങ്ങളിൽ നിന്നും, ഇപ്പോൾ ഇന്ത്യ അടക്കമുള്ള രാജ്യം, ഇന്ത്യ, ഇന്തോനേഷ്യ, നേപ്പാൾ, ബംഗ്ലാദേശ് അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്ന് ഭാര്യമാരെ കണ്ടെത്തുകയാണ്. അപ്പോൾ അവരിൽ ഒരു വലിയൊരു വിഭാഗം ഈ ആളുകളെ കടത്തിക്കൊണ്ട് പോകുന്നു എന്നാണ് പറയുന്നത്. ശരി, കാര്യം ഈ പോകുന്ന പെൺകുട്ടികളിൽ ഏറിയ പങ്കും ആൾക്കാർക്ക് അവിടെ വിദ്യാഭ്യാസവും തൊഴിലും ഒക്കെ വാഗ്ദാനം ചെയ്ത് കൊണ്ടുപോയിട്ട് അവിടെ കല്യാണം കഴിപ്പിച്ച് വീട്ടിൽ അടിമകളെ പോലെ കഴിയുന്ന ആൾക്കാരുമുണ്ട്. അതായത് അവരെ സംബന്ധിച്ച് ഈ പെൺകുട്ടികൾ ഒരു പ്രത്യുൽപാദന ഉപാധി മാത്രമായിട്ട് മാറുകയാണ്. കാര്യം ഒരു കുഞ്ഞ് ജനിക്കാൻ അവരുടെ തലമുറ നിലനിർത്താൻ ഒരാൾ വേണം. അതിന് ഈ വർഗപരമായോ ഈ കുടുംബ പശ്ചാത്തലമോ ഒക്കെ നോക്കുന്നവർക്ക് ഇതൊരു ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ അവർ ഇതിനൊരു കുഞ്ഞ് ജനിക്കാനൊരു ഉപാധിയായി മാത്രം സ്ത്രീകളെ കടത്തിക്കൊണ്ടുപോകുന്നത് സംബന്ധിച്ചുള്ള വാർത്തകളൊക്കെ, റിപ്പോർട്ടുകളൊക്കെ നേരത്തെ പുറത്തു വന്നത്. ഏതായാലും മൊത്തത്തിൽ നോക്കുമ്പോൾ ഇപ്പോൾ നമ്മുടെ പൊതുനാട്ടിൽ പണ്ട് കൂട്ടുകുടുംബമായിരുന്നപ്പോൾ നിരവധി കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു. കാരണം അന്ന് കാർഷിക അടിസ്ഥാനമാക്കിയായിരുന്നു നമ്മൾ ജീവിതവൃത്തി കണ്ടെത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ചെറിയ ഫാമിലിയായി, മൈക്രോ ഫാമിലിയായി. അപ്പോൾ ഇപ്പോൾ പരമാവധി ഒതുങ്ങി ജീവിക്കുക, പരമാവധി കുട്ടികളുടെ എണ്ണം കുറവ്, അവർക്ക് കുറച്ച് കുട്ടികൾ അവർക്ക് ഏറ്റവും മികച്ച സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക എന്ന രീതിയിൽ ചിന്താഗതി വന്നു. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഈ റിപ്പോർട്ടിലുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.